നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഇത് മഹി കുടിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും ആളുമാറി കുടിക്കരുത്. ഇല്ല, ചെല്ല്. മഹിയേട്ടനെ വശീകരിക്കാൻ ഇവൾ എന്തൊക്കെ ദുഷ്ടതരങ്ങളാ ചെയ്യുന്നത്. ഇതെങ്ങനെയെങ്കിലും തടയണം. എന്റെ ഭഗവാനെ, എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പെട്ടെന്ന് കല്യാണം നടന്നാ മതിയായിരുന്നു. എന്റെ മഹിയേട്ടനെ വശീകരിക്കാൻ നിന്നെ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. മഹിയേട്ടാ, എഴുന്നേൽക്ക് മഹിയേട്ടാ. എന്താ ശ്രേയ? ഞാൻ മഹിയേട്ടന് വേണ്ടി സ്പെഷ്യൽ ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ആഹാ. അത് പോയല്ലോ. അയ്യോ, പോയത് പോട്ടെ, സാരമില്ല. ഞാൻ വേറെ ചായ കൊണ്ടുവരാം. മഹിയേട്ടനെ ചേർന്നൊരു പെണ്ണല്ല ശ്രേയ. അവൾ ഒരിക്കലും മഹിയേട്ടനെയോ നമ്മുടെ മോളെയോ സ്നേഹിക്കില്ല. അവള് ചിലപ്പോ മാളൂനെയും മഹിയേട്ടനെയും കൊന്നുകളയാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് അവൾ അടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ രീതികളെയും ഞാൻ തടയും. മഹേട്ടനെ എഴുന്നേറ്റ. എന്താ മഹേട്ടാ? താഴെ കപ്പ് പൊട്ടിക്കിടക്കണ കണ്ടില്ലേ? അയ്യോ, ഇതെന്ത് പറ്റിയതാ മഹേട്ടാ? ശ്രേയ ചായ കൊണ്ടുവന്നതാ, അത് താഴെ വീണു. ആ ചായ കന്നേക്ക്, ഇനി ഇതും താഴെ വീഴണ്ട. ഞാനിതിപ്പോ വൃത്തിയാക്കാം. വേണ്ട, അത് സീമ ചെയ്തോളൂ. ഞാൻ എടുക്കാം മഹേട്ടാ. എന്താ ഗംഗേ? എന്റെ കണ്ണിൽ എന്തോ പോയി മഹേട്ടാ. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. എവിടെ? കണ്ണൊന്ന് ഈ വശത്തേക്ക് നോക്കിയേ. ഒന്ന് മുകളിലേക്ക് നോക്ക്. ആ വശത്തേക്ക് നോക്കി. ഇവിടെ ഉണ്ട്. കണ്ണടയ്ക്കരുത്, ഞാൻ ഊതിക്കളയാം. പൊടി പോയോ? പോയിന്ന് തോന്നുന്നു. കണ്ണില് പൊടി പോയതായിരുന്നു. എന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. കൊള്ളാം, ചായ നന്നായിട്ടുണ്ട്. ഇറങ്ങിയിട്ടാണോ? അതെ മഹേട്ടാ. ഇവിടത്തെ ചായ കൊണ്ടുവന്നു. എന്തൊരു കഷ്ടമായത്. എന്ത് ചെയ്യാൻ നോക്കിയാലും ഇവിടെ എനിക്കൊരു പാരയാണല്ലോ. നാശം. ഞാനിതേ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നിട്ട് തുടച്ചോളാം. മഹേട്ടൻ ചായ കുടിച്ചിട്ട് കപ്പ് ഇവിടെ വെച്ചിരുന്നാ മതി.
നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായി മോളെ? മഹിയ ചായ കുടിച്ചോ? വശീകരണപ്പൊടി മഹിയുടെ ഉള്ളിൽ ചെന്നോ? നീ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ നിനക്ക് ഉമ്മ തന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഉമ്മ തന്നോന്ന്. അമ്മയായി പോയി. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് കേട്ടേനെ. ഒയ്ക്കോ എന്റെ മുമ്പിന്ന്. ഇവക്കിതെന്താ പറ്റിയത്? തൽക്കാലം പോകുന്നതാ നല്ലത്. മഹി ചായ കുടിച്ച ലക്ഷണമില്ല. ആ ഗംഗ എന്റെ ശത്രുവായി മാറിയിരിക്കുവാ. അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയേ പറ്റൂ. മോളെ മതി, മഹി വന്നില്ലല്ലോ. ഞാൻ വിളിച്ചിരുന്നു, ഇപ്പൊ വരാമെന്നാ പറഞ്ഞത്. ആ ദേ മൈസാറ് വന്നല്ലോ. ഇരിക്കും മഹി. ശ്രീമേ, ആ കറിയും എടുത്തേ. നന്നായി കഴിക്കും മോളെ. ഞാൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. മഹേട്ടന് ഞാൻ വരുത്തരാം. ഏയ് അത് സാരമില്ല, ഞാനൊരു സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം. അവള് വാരി തരട്ടെ മഹി, അതിനെന്താ? ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാ. എന്നായാലും അവളിതൊക്കെ ചെയ്യേണ്ടതല്ലേ? കുട്ടിക്കാലത്ത് മഹിക്ക് ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു. പിന്നെ ഞാൻ വാരി കൊടുക്കുമ്പോഴായിരുന്നു മഹി കഴിച്ചിരുന്നത്. ഇന്നിപ്പൊ ഞാൻ വരുത്തരാം. വേണ്ട. ശ്രേയ മഹിക്ക് വാരി കൊടുക്കണ്ട. ഗംഗ വാരി കൊടുത്താ മതി. മാളു വാശി പിടിക്കല്ലേ, ശ്രേയച്ചി അച്ഛന് വാരിക്കൊടുക്കട്ടെ. വേണ്ട, ഗംഗ കൊടുത്താ മതി. അയ്യോ, ഞാൻ കൊടുക്കാൻ പാടില്ല. ശ്രേയ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.